ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. തളപതി വിജയുടെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത വമ്പൻ തമിഴ് സിനിമയാണല്ലോ ദി ഗോട്ട്. വിജയ് ഡബിൾ റോളിലെത്തുന്ന വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 5-ാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 50-ൽ പരം ദിവസങ്ങൾ മാത്രം ബാക്കി. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലിയോ പോലെ തന്നെ കേരളത്തിൽ വമ്പൻ റിലീസിനൊരുങ്ങുന്ന ഗോകുല മൂവീസിന്റെ ഏറ്റവും പുതിയ വിജയ് ചിത്രമാണ്. ചിത്രത്തിന്റെ കേരളത്തിലെ ഫാൻ ഷോസ് ചാർട്ടിംഗ് എല്ലാം തന്നെ ആഴ്ചകൾക്ക് മുന്നേ ആരംഭിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ ഫാൻ ഷോകളുടെ എണ്ണം 25-ന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. റിലീസിനോടടുക്കുമ്പോൾ ഒരുപാട് ഫാൻ ഷോസും ഒപ്പം തന്നെ വമ്പൻ ഹൈപ്പെല്ലാം തന്നെ സിനിമ നേടിയെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ കൂടുതൽ ഗോട്ട് അപ്ഡേറ്റുകൾ കേട്ടാം. ഇനി ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന തെലുഗു സിനിമകളിൽ ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണല്ലോ പുഷ്പയുടെ 2-ാം ഭാഗമായ പുഷ്പ ദി റോൾ. സിനിമയെക്കുറിച്ചുള്ള വാർത്തകളും ഒപ്പം തന്നെ റൂമേഴ്സ് എല്ലാം തന്നെയാണല്ലോ കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കിടയിൽ തെലുഗു മീഡിയകളിലെല്ലാം തന്നെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ നിൽക്കുന്നത്. നേരത്തെ മാസങ്ങൾക്ക് മുന്നേ ഓഗസ്റ്റ് 15-ന് തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച പുഷ്പയുടെ 2-ാം ഭാഗം പിന്നീട് ഡിസംബർ 6-ലേക്ക് റിലീസ് മാറ്റിയിരുന്നു. ഇപ്പോഴത്തെ ഈ വർഷം ഡിസംബറിലും സിനിമയ്ക്ക് തിയേറ്ററുകളിലേക്ക് എത്താൻ കഴിയില്ല. അടുത്ത വർഷം സമ്മറിൽ മാത്രം ഇനി സിനിമ പ്രതീക്ഷിച്ചാൽ മതി തുടങ്ങിയ റിപ്പോർട്ടുകളാണ് തെലുഗു മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിന്റെ കാരണം സിനിമയുടെ സംവിധായകൻ നായകനും തമ്മിലുള്ള ചില തർക്കങ്ങൾ അസ്വാരസ്യങ്ങളെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. സംവിധായകൻ സുകുമാറിന്റെ പലതവണയുള്ള സ്ക്രിപ്റ്റിലെ മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് നീട്ടിവയ്ക്കൽ, പോസ്റ്റ് പോണ്ട് ഉൾപ്പെടെയുള്ള പലവിധ കാരണങ്ങളാൽ അല്ലു അർജുൻ സിനിമയിൽ അസ്വസ്ഥനാണ് എന്നും ആ കാരണത്താൽ അല്ലു അർജുൻ പുഷ്പയിലെ കഥാപാത്രത്തിന്റെ താടിയെല്ലാം തന്നെ ട്രിം ചെയ്ത് വിദേശ രാജ്യത്തെ ഫാമിലി ടൂറിന് പോയിരിക്കുകയാണ്. സംവിധായകനാണെങ്കിൽ അമേരിക്കയിലാണ് തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതെല്ലാം തന്നെ അടിസ്ഥാനമില്ലാത്ത റൂമേഴ്സ് ആണ് എന്നും സംവിധായകനും നായകനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്നും അല്ലു അർജുന്റെ ലുക്ക് ഈ സിനിമയിലെ 2-ാമത്തെ ലുക്കാണ് എന്നും സംവിധായകൻ ഉടനെ നാട്ടിലേക്ക് തിരിച്ചെത്തും, പുഷ്പയുടെ ചിത്രീകരണം പുനരാരംഭിക്കും തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം തന്നെയാണ് റൂമേഴ്സിനെ തള്ളിക്കൊണ്ട് മറ്റൊരു വശത്ത് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത്. ഇതിനോടകം തന്നെ ആദ്യ ഭാഗം 2021 ഡിസംബറിൽ റിലീസ് ചെയ്ത് ഷൂട്ടിംഗ് ഏകദേശം 1 വർഷം വൈകി തുടങ്ങിയ ഒരു 2-ാം ഭാഗമായിരുന്നു പുഷ്പയുടെ 2-ാം ഭാഗം. ആ പുഷ്പയുടെ 2-ാം ഭാഗം ഈ വർഷമെങ്കിലും തിയേറ്ററുകളിലേക്ക് എത്തിയില്ലെങ്കിൽ തുടർച്ചയായിട്ട് 2 വർഷങ്ങളിൽ അല്ലു അർജുൻ സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാകില്ല. എന്തായാലും എത്രയും വേഗം പുഷ്പയുടെ 2-ാം ഭാഗം ഷൂട്ടിംഗ് പൂർത്തിയാക്കട്ടെ, റിലീസ് ചെയ്യട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.